തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ഏറ്റുമുട്ടി. മുഖ്യമന്ത്രി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ആക്രമണം നടത്താൻ SFIക്ക് ബലം നൽകുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പുറത്തുനിന്ന് വന്നവരാണ് സംഘർഷമുണ്ടാക്കിയതെന്നും നടപടിയെടുക്കുന്നതിൽ വിവേചനം ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2/7/2024 രാത്രി കാര്യവട്ടം മെൻസ് റിസർച്ച് ഹോസ്റ്റലിൽ പുറത്തുനിന്നുള്ള ഒരാൾ പ്രവേശിച്ചത് കാരണമുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. KSU നേതാക്കളോടൊപ്പമാണ് ക്യാമ്പസിന് പുറത്തു നിന്നുള്ള ജോബിൻസൺ എന്നയാൾ എത്തിയതെന്ന് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 15ഓളം SFI പ്രവർത്തകർക്കെതിരെ KSU നേതാവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യം പോലീസ് ക്രൈം നമ്പർ 710/2024 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്ഥാനത്തിന് ചേരാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. സ്പീക്കറുടെ ഡയസിനു മുന്നിൽ പ്ലക്കാർഡുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. സാർ, ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേട്രണേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കൂടുന്നു, അപ്പോൾ പ്രതിപക്ഷ നേതാവ് നിർത്തുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഈ വിഷയത്തിൽ തുറന്നൊരു വാക്പോരാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ സഭ പിരിഞ്ഞു അല്ലേ? കൂടുതൽ വിവരങ്ങൾ എന്താണ്? ആസ്മിത, കാര്യവട്ടം ക്യാമ്പസിലെ SFI KSU സംഘർഷമായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും ഇടിമുറി പ്രവർത്തിക്കുന്നുവെന്നതാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി തേടിക്കൊണ്ട് വിൻസെന്റ് MLA പറഞ്ഞത്. ക്രൂരമായി KSU പ്രവർത്തകന് കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് മർദ്ദനമേറ്റു. മാത്രമല്ല, പോലീസ് നോക്കി നിൽക്കെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തനിക്ക് നേരെയും കയ്യേറ്റമുണ്ടായി എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിൻസെന്റ് നിയമസഭയിൽ ഉന്നയിച്ച കാര്യം. പക്ഷേ ഇതിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതെങ്കിലും ആളുകൾ തെറ്റ് ചെയ്തെങ്കിൽ അവർക്കെതിരെ നടപടികൾ ഉണ്ടാവും. ഈ കലാലയങ്ങളിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ഈ വിദ്യാർത്ഥി സംഘടനകളും സ്ഥാപനങ്ങളും ഒരുപോലെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പിന്നീട് വന്ന പരാമർശങ്ങൾ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു. കാരണം പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. അത് AKG സെന്ററിന് നേരെയുണ്ടായ ആക്രമണം, ഒപ്പം വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം, ഒപ്പം ധീരജ് വധക്കേസുമായി ബന്ധപ്പെട്ട K. സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങൾ, ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ ഈ ആരോപണങ്ങളെ പ്രതിരോധിച്ചത്. ഒരു സംഘടനയെ മാത്രം, ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ശരിയല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ പിന്നീട് വന്ന ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നടത്തിയ പ്രതികരണം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ളൊരു പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. വീണ്ടും ആക്രമണങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകാൻ ഒരു പ്രചോദനമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പിന്നീട് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ചില യാത്രകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. കാരണം അന്ന് ബസ്സിന് നേരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വീണ്ടും നിയമസഭയിൽ ആവർത്തിക്കുക കൂടിയാണ് ചെയ്തത്. താൻ കണ്ട കാര്യമാണ് താൻ പറഞ്ഞത്. അതിനുശേഷം നടന്നത് എന്താണ് എന്ന് തനിക്കറിയില്ല എന്നും അത് പറയേണ്ട കാര്യം തനിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ചില പരാമർശങ്ങളായിരുന്നു വീണ്ടും വലിയ തരത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. മുഖ്യമന്ത്രി ഒരു മഹാരാജാവിനെ പോലെ പെരുമാറുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചാടി എഴുന്നേറ്റ ശേഷം താൻ മഹാരാജാവല്ല, താൻ പ്രജകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദാസനാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് മറുപടി
നടപടി പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൗട്ട് പ്രസംഗം പൂർത്തിയായാൽ അത് വാക്കൗട്ട് നടപടികൾ നടത്താതെ പ്രതിപക്ഷം നിയമസഭയിൽ ഇരുന്നു. പിന്നീട് മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി നിയമസഭയിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം തടസ്സം നേരിട്ടു. അങ്ങനെ സ്പീക്കർ സഭാ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. പ്ലക്കാർഡുകളുമായി സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇത് നിയമസഭയാണ്, പാർട്ടി ഓഫീസല്ല എന്നെഴുതിയ പ്ലക്കാർഡുകളുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ നിയമസഭയിൽ വലിയ വാക്പോര് ഭരണപ്രതിപക്ഷം തമ്മിൽ വലിയ ബഹളം നടക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ നേർക്കുനേർ ഒരു വാക്പോരിലേക്ക് കടക്കുന്നതും കണ്ടു. അതിനുശേഷം സഭ പിരിയുകയായിരുന്നു.